വെൽക്കം ടു Atarashi Hinode by T3 Solutions. ഇന്ന് നമുക്ക് CBSE NCERT മാത്സ് ഗ്രേഡ് 7 എക്സസൈസ് 9.1ലെ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ചില പാർട്ടിൽ പാരലഗ്രത്തിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, ചില പാർട്ടിൽ ബേസും കണ്ടുപിടിക്കണം. ഇനി ഇവിടെ പാർട്ട് എയിൽ നമുക്ക് ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്തെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്? ഏരിയ തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്. പാർട്ട് ബിയിലോ? പാർട്ട് ബിയിൽ നമുക്ക് ബേസ് കണ്ടുപിടിക്കണം. അതിനിവിടെ ഏരിയയും ഹൈറ്റുമാണ് തന്നിരിക്കുന്നത്. ഇനി ഇതെല്ലാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ എക്സസൈസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് ഓർമ്മയുണ്ടോ? ഇവിടെ നമുക്ക് ഈ പാരലഗ്രംസിൻ്റെ ഏരിയ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അതിനിവിടെ ബേസും ഹൈറ്റും തന്നിട്ടുണ്ട്. നമ്മൾ ഏത് ഫോമുലയാണ് യൂസ് ചെയ്തത്? ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ ഫോമുല യൂസ് ചെയ്ത് ഇതിൻ്റെ എല്ലാം ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഏരിയ അല്ല ബേസും ഹൈറ്റും ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനും നമുക്ക് ഈ സെയിം ഫോമുല തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് ഹൈറ്റും ബേസും അതിൽ നിന്നും കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നമുക്കറിയാം ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനിയിപ്പോൾ ഹൈറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ ഏരിയയെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ബേസാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഏരിയയെ ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഹൈറ്റ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ബേസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ഹൈറ്റ്. ഈ ഫോമുല യൂസ് ചെയ്ത് നമുക്ക് പാരലഗ്രത്തിൻ്റെ ഹൈറ്റും ബേസും കണ്ടുപിടിക്കാം. 1 by 1 ആയി ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് പാർട്ടിൽ ഏരിയയും തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം. ആദ്യം ഇവിടെ തന്നിട്ടുള്ളതെല്ലാം എഴുതാം. ഗിവൺ ബേസ് ഈക്വൽ ടു ട്വൻറ്റി സെൻറ്റിമീറ്റർ, ഏരിയ ഈക്വൽ ടു 246 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഏരിയയ്ക്ക് പകരം ഫോമുല എഴുതാം. അതാണ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ദറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ സെയിം നമ്പർ 246 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ കീപ്പ് ചെയ്യണം. അപ്പോൾ ഹൈറ്റ് ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡിൽ 246 അങ്ങനെ തന്നെ എഴുതാം, 246 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ബേസിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ട്രാൻസ്പോസ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ അത് ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 246 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബേസ്. ബേസ് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. അതായത് ഹൈറ്റ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 246 ഡിവൈഡഡ് ബൈ 20. 2 ഈസ് ലെസ് ദാൻ 20 അല്ലേ? അപ്പോൾ അടുത്ത ഡിജിറ്റ് കൂടെ എടുക്കാം, 4. അപ്പോൾ നമുക്ക് 24 ആയി. 24ൽ 1 ടൈം ഓൺലി 20 അല്ലേ? അപ്പോൾ നമുക്ക് 4ന് നേരെ മുകളിൽ 1 എഴുതാം. ഇനി 1 ഇൻറ്റു 20 നമുക്ക് 20. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 - 0 4, 2 - 2 0. അടുത്ത നമുക്ക് 6 ബ്രിങ് ഡൗൺ ചെയ്യണം. ഇപ്പോൾ 46 ആയി. ഇനി 46ൽ ഹൗ മെനി ടൈംസ് 20? 2 ടൈംസ് ഓൺലി. അപ്പോൾ 2 എഴുതാം. 2 20s are 40. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 - 0 6, 4 - 4 0. ഇനി ബ്രിങ് ഡൗൺ ചെയ്യാൻ നമുക്ക് ഡിജിറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ 246 കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇട്ടിട്ട് പിന്നെ 0 ഇടാം. അപ്പോൾ അതുപോലെ കോഷ്യൻറ്റിലും ഒരു ഡെസിമൽ ഇടണം. ഇനി 0 ബ്രിങ് ഡൗൺ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ 60 ഉണ്ട്. ഹൗ മെനി ടൈംസ് 20 in 60? 3 ടൈംസ് അല്ലേ? അപ്പോൾ 3 20s are 60. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും.
അപ്പോൾ ഇവിടെ 246 ഡിവൈഡഡ് ബൈ 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 12.3. ഇനി ന്യൂമറേറ്ററിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ, ഡിനോമിനേറ്ററിൽ സെൻറ്റിമീറ്റർ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ പാരലഗ്രത്തിൻ്റെ ഹൈറ്റ് എന്നത് 12.3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. ഇവിടെ ഈ ബി പാർട്ടിൽ നമുക്ക് ഏരിയയും ഹൈറ്റും തന്നിട്ടുണ്ട്. ബേസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഇവിടെ തന്നിരിക്കുന്നതെല്ലാം എഴുതാം. ഗിവൺ ഹൈറ്റ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ, ഏരിയ ഈക്വൽ ടു 154.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഈ ഏരിയയ്ക്ക് പകരം നമുക്ക് ഫോർമുല എഴുതാം. ദാറ്റ് ഈസ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളത് അങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് 154.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ ബേസാണ്. അതുകൊണ്ട് ബേസ് നമ്മൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ കീപ്പ് ചെയ്യുന്നു. സോ ബേസ് ഈക്വൽ ടു ഹൈറ്റ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിന് മുമ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആ നമ്പർ അത് തന്നെ ആദ്യം എഴുതാം. 154.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ഹൈറ്റും ബേസും ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ ഡിവിഷൻ ആവും. സോ ഡിവൈഡഡ് ബൈ ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. ഇനി ഡിവൈഡ് ചെയ്യാം. 154.5 ഡിവൈഡഡ് ബൈ 15. 15 divided by 15. 1 time, that is 1. 1 15s are 15. Subtract ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇനി 4 ബ്രിങ് ഡൗൺ ചെയ്യാം. പക്ഷേ 4 15നേക്കാൾ ചെറുതായതുകൊണ്ട് കോഷ്യൻറ്റിൽ നമുക്ക് 1ന് ശേഷം ഒരു 0 ഇടണം. ഇനി 5 ബ്രിങ് ഡൗൺ ചെയ്യാം. പക്ഷേ 5ക്ക് മുമ്പിൽ ഒരു ഡെസിമലുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ 0ന് ശേഷം മാർക്ക് ചെയ്യണം. ഇനി ഇപ്പോൾ 45. 45നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. That is 3 15s are 45. Subtract ചെയ്യുമ്പോൾ 0. So base is equal to 154.5 divided by 15. That is equal to നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 10.3. ഇനി സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ക്യാൻസൽ ആയിപ്പോൾ that is equal to സെൻറ്റിമീറ്റർ. അപ്പോൾ ബേസ് ഓഫ് ദിസ് പാരലഗ്രം ഈസ് 10.3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സിയിലോട്ട് പോകാം. ഇവിടെ നമുക്ക് പാരലഗ്രത്തിൻ്റെ ഏരിയയും ഹൈറ്റും തന്നിട്ടുണ്ട്. നമുക്ക് ബേസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നതെല്ലാം എഴുതാം. ഗിവൺ ഹൈറ്റ് ഈക്വൽ ടു 8.4 സെൻറ്റിമീറ്റർ, ഏരിയ ഈക്വൽ ടു 48.72 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഏരിയയ്ക്ക് പകരം എന്ത് എഴുതാം? ബേസ് ഇൻറ്റു ഹൈറ്റ്. That is equal to 48.72 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ നമുക്ക് ബേസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബേസ് ഇവിടെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ കീപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ബേസ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ആദ്യം എന്താ എഴുതേണ്ടത്? 48.72 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഹൈറ്റ് ഡിനോമിനേറ്ററിലായിരിക്കും. അപ്പോൾ 48.72 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? 8.4 സെൻറ്റിമീറ്റർ. അതായത് ബേസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ഹൈറ്റ്. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്യണം. ഇനി ഈ ഡിവിഷൻ ചെയ്യാൻ ഇതിൽ ഡിനോമിനേറ്റർ ഇപ്പോൾ ഒരു ഡെസിമൽ നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡെസിമൽ നമ്പറിനെ ഹോൾ നമ്പറാക്കി മാറ്റണം. അതായത് ഇതിൽ ഡെസിമൽ റിമൂവ് ചെയ്യണം. അപ്പോൾ ഡെസിമൽ റിമൂവ് ചെയ്യാൻ നമ്മൾ ആ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഓൺലി 1 ഡിജിറ്റ് 4 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഏത് നമ്പറിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആ നമ്പറിലെ ഡിജിറ്റ്സ് അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ 0 കൂടെ എഴുതിയാൽ മതി. അപ്പോൾ 8 4 ഇനി 10ൽ ഒരു 0 അല്ലേ ഉള്ളത്. അപ്പോൾ ആ 0 ഈ 4ന് ശേഷം എഴുതിയാൽ മതി. ഇനി ഡെസിമൽ മാർക്ക് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് 10ൽ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക. ഓൺലി 1 0 അല്ലേ. ഇനി നമ്മുടെ ഡെസിമൽ നമ്പറിലെ ആ ഡെസിമൽ 1 പ്ലേസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ 4ൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരും. അപ്പോൾ നമ്മുടെ ആൻസറിൽ
ഡെസിമൽ 4ൻ്റെയും 0ൻ്റെയും ഇടയിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിനോമിനേറ്റർ ഇപ്പോൾ 8.4 അല്ല 84 ആണ്. ഇനി ഡിനോമിനേറ്ററിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് വാല്യൂവിൽ മാറ്റമില്ലാതിരിക്കാൻ ന്യൂമറേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 48.72 ഇൻറ്റു 10. ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആ ഡെസിമൽ നമ്പറിലെ ഡിജിറ്റ്സ് അങ്ങനെ തന്നെ എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ ഒരു 0 എഴുതിയാൽ മതി. ഇനി ഇവിടെയും ഡെസിമൽ മാർക്ക് ചെയ്യാൻ 10ലെ നമ്പർ ഓഫ് സീറോസ് കൗണ്ട് ചെയ്യുക. 10ൽ ഓൺലി 1 0 അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡെസിമൽ നമ്പറിലെ ഡെസിമൽ 1 പ്ലേസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ആഫ്റ്റർ 7. അപ്പോൾ നമ്മുടെ ആൻസറിൽ 7നും 2നും മിഡിലാണ് ഡെസിമൽ ഇടേണ്ടത്. ഇനി ഇവിടെ ഡെസിമൽ മാർക്ക് ചെയ്യാൻ ഞാൻ വേറൊരു മെത്തേഡ് കൂടെ പറയാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 8.4 മൾട്ടിപ്ലൈഡ് ബൈ 10, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 840 ആണ്. ഇനി ഡെസിമൽ മാർക്ക് ചെയ്യാൻ ഈ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 4, ഓൺലി 1 ഡിജിറ്റാണുള്ളത്. അപ്പോൾ ഈ ആൻസറിലെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1 പ്ലേസ് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആൻസറിൽ ഇവിടെ ഡെസിമൽ വരും. ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1 2 ഇങ്ങനെ കൗണ്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ ഇവിടെയാണ് വരിക. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ 84. ഇവിടെയും അതുപോലെ 48.72 അതിനെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4870 ഇത്രയും കിട്ടും. ഇനി ഡെസിമൽ മാർക്ക് ചെയ്യാൻ ഇവിടെ ചെക്ക് ചെയ്യുക. ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആൻസറിലെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 1 2 ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 7ൻ്റെയും 2ൻ്റെയും ഇടയിലായിട്ടാണ് ഡെസിമൽ ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 487.2. ഇപ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ 487.2 ഡിവൈഡഡ് ബൈ 84, ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 487.2 ഡിവൈഡഡ് ബൈ 84. ഇവിടെ നമുക്ക് 4 ആൻഡ് 48 എല്ലാം സ്മോളർ ദാൻ 84 ആയതുകൊണ്ട് 3 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യണം. ദറ്റ് ഈസ് 487. ഇനി 487ൽ ഹൗ മെനി 84? 5 ടൈംസ്. 5 4s are 20, 5 8s are 40, 40 plus 2 42. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 7 minus 0 7, 8 minus 2 6, 4 minus 4 0. നെക്സ്റ്റ് 2 ബ്രിങ് ഡൗൺ ചെയ്യണം. അതിന് മുമ്പ് അവിടെ ഒരു ഡെസിമൽ ഉള്ളതുകൊണ്ട് 5ന് ശേഷം ഒരു ഡെസിമൽ ഇടാം. ഇനി 2 ബ്രിങ് ഡൗൺ ചെയ്യാം. അപ്പോൾ ഇവിടെ 672 ആയി. ഇനി ഈ 672നെ 84 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിന് ഇവിടെ 84ലെ ലാസ്റ്റ് ഡിജിറ്റ് 4ഉം 672ലെ 2ഉമാണ്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസിൽ 2ൽ എൻഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം 4 3s are 12 ആൻഡ് 4 8s are 32. ഇനി ആദ്യം നമുക്ക് ഈ 3യും 84ഉം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 84 മൾട്ടിപ്ലൈഡ് ബൈ 3 ഇത് ചെയ്യുമ്പോൾ നമുക്കിവിടെ 252 ആണ് കിട്ടുന്നത്. പക്ഷേ അത് 672നേക്കാൾ സ്മാളർ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ അതായത് 8 കൊണ്ട് ട്രൈ ചെയ്യാം. ദറ്റ് ഈസ് 84 മൾട്ടിപ്ലൈഡ് ബൈ 8. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 672. സെയിം നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് മുകളിൽ 8 എഴുതാം. 8 84s are 672. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടും. ദറ്റ് ഈസ് 487.2 centimeter divided by 84. That is equal to 5.8 centimeter. That is base of this parallelogram is 5.8 centimeter. ഇനി നമുക്ക്
ലാസ്റ്റ് പാർട്ടിലോട്ട് പോകാം. ഇവിടെ നമുക്ക് പാരലഗ്രത്തിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയയും ബേസും തന്നിട്ടുണ്ട്. അപ്പോൾ എഴുതാം ബേസ് ഈക്വൽ ടു 15.6 സെൻറ്റിമീറ്റർ, ഏരിയ ഈക്വൽ ടു 16.38 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഏരിയയ്ക്ക് പകരം എന്തെഴുതാം? ബേസ് ഇൻറ്റു ഹൈറ്റ്. That is equal to 16.38 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്ക് ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ഹൈറ്റ് ഇവിടെ തന്നെ കീപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് ഹൈറ്റ് ഈക്വൽ ടു, ഈ ബേസ് എന്താവും? റൈറ്റ് സൈഡിൽ ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ 16.38 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഡിവൈഡഡ് ബൈ ബേസ് എത്ര തന്നിരിക്കുന്നത് ഇവിടെ? 15.6 സെൻറ്റിമീറ്റർ. സോ 15.6 സെൻറ്റിമീറ്റർ. ഇനി ഈ ഡിവിഷൻ ചെയ്യാൻ ഡിനോമിനേറ്ററിലെ നമ്പർ ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് നമുക്കതിനെ ഹോൾ നമ്പറാക്കി മാറ്റണം. അപ്പോൾ ഹോൾ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആ നമ്പറിൽ ഡെസിമലിന് ശേഷമുള്ള ഡിജിറ്റ്സ് കൗണ്ട് ചെയ്യണം. ഇവിടെ ഓൺലി 1 ഡിജിറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ആ ഡിജിറ്റ്സ് അങ്ങനെ തന്നെ എഴുതുക. അതായത് 156, പിന്നെ 6ൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ടാൽ മതി. ഇനി ഡെസിമൽ മാർക്ക് ചെയ്യാൻ 10ലെ നമ്പർ ഓഫ് സീറോസ് കൗണ്ട് ചെയ്യണം. ഇവിടെ ഓൺലി 1 0 അല്ലുള്ളത്. അപ്പോൾ ഈ ഡെസിമൽ 1 പ്ലേസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആകും. അപ്പോൾ നമ്മുടെ ആൻസറിൽ 6ന് ശേഷമാണ് ഡെസിമൽ ഇടേണ്ടത്. ഇനി ഇവിടെ ഡിനോമിനേറ്ററിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് ന്യൂമറേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 16.38 ഇൻറ്റു 10. ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ആ ഡിജിറ്റ്സ് അങ്ങനെ തന്നെ ഇടാം. റൈറ്റ് സൈഡിലൊരു 0 ഇടാം. ഇനി ഡെസിമൽ മാർക്ക് ചെയ്യാൻ 10ലെ നമ്പർ ഓഫ് സീറോസ് കൗണ്ട് ചെയ്യുക. നമുക്കറിയാം ഓൺലി 1 0 ഉള്ളൂ. അപ്പോൾ ഈ ഡെസിമൽ 1 പ്ലേസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആകും. അപ്പോൾ നമ്മുടെ ആൻസറിൽ 3ന് ശേഷമാണ് ഡെസിമൽ വരിക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ദറ്റ് ഈസ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 163.8 ഡിവൈഡഡ് ബൈ 156. ഇനി സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ, ഇറ്റ് ഈസ് സെൻറ്റിമീറ്റർ. ഇനി ഈ ഡിവിഷൻ ചെയ്യണം. സോ 163.8 ഡിവൈഡഡ് ബൈ 156. ഇവിടെ നമുക്കറിയാം 163ലെ 156 1 ടൈം. സോ 1 ഇൻറ്റു 156, ഇറ്റ് ഈസ് 156. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 - 6, 3 is less than 6. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിജിറ്റ് 6ൽ നിന്ന് 1 ബോറോ ചെയ്യണം. അപ്പോൾ 6 5 ആവും. ഇവിടെ 13 ആവും. നൗ 13 - 6 ഇറ്റ് ഈസ് 7. 5 - 5 0, 1 - 1 0. അടുത്തത് 8 ബ്രിങ് ഡൗൺ ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് മുകളിലൊരു ഡെസിമൽ ഇടണം. ഇനി 8 ബ്രിങ് ഡൗൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 78 ആയി. ഈ 78 ഇറ്റ് ഈസ് ഓൾസോ ലെസ് ദാൻ 156 അല്ലേ? അപ്പോൾ നമുക്കൊരു 0 കൂടെ വേണം. അപ്പോൾ മുകളിലൊരു 0 ഇടാം. എന്നിട്ട് ഒരു 0 ബ്രിങ് ഡൗൺ ചെയ്യാം. ഇനി അടുത്തത് ചെയ്യാൻ 156ലെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾസിൽ 0ൽ എൻഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾസ് ചെക്ക് ചെയ്യാം. നമുക്കറിയാം 6 5s are 30. അപ്പോൾ നമുക്ക് മുകളിൽ 5 എഴുതാം. ഇനി 5 6 are 30, 5 5s are 25, 25 plus 3 28, 5 1s are 5, 5 plus 2 7. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ 1.05 സെൻറ്റിമീറ്റർ. ഇതാണ് ഈ പാരലഗ്രത്തിൻ്റെ ഹൈറ്റ്. ഈ തേർഡ് ക്വസ്റ്റ്യനിലെ എല്ലാ പാർട്ടിൻ്റെയും ആൻസേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.